ദൈവനാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ഗ്രഹിക്കുകയാണ്. എൻ്റെ മുൻപിൽ പാഴാക്കുവാൻ ഒരു നിമിഷം പോലും ഇല്ല. ദൈവം എന്നെ ഏൽപ്പിച്ച ഒരു ദൂത് നിങ്ങളോട് പങ്കുവെക്കേണ്ടത് ആവശ്യമാകയാൽ ദൈവവചന ശുശ്രൂഷയിൽ കടക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഇന്ന് ചിന്തയ്ക്കു വേണ്ടി നാം എടുക്കുന്ന വേദഭാഗമെന്ന് പറയുന്നത് മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 14 മുതൽ 29 വരെയുള്ള വാക്യങ്ങളാണ്. മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 14 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. എന്നാൽ അത് മുഴുവനും ഇവിടെ വായിക്കുവാൻ വേണ്ട സമയം ഇല്ലാത്തതിനാൽ അതിലെ ഒരു പ്രധാന വാക്യം മാത്രം വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യം ഒരാൾക്ക് ശബ്ദമുയർത്തി വായിക്കാമല്ലോ. യേശു അവനോട് നിന്നാൽ കഴിയുമെങ്കിൽ എന്നോ വിശ്വസിക്കുന്നവന് സകലവും കഴിയും എന്ന് പറഞ്ഞു. നമ്മുടെ ഈ കൺവെൻഷൻ്റെ ചിന്താവിഷയം എന്ന് പറയുന്നത് തന്നെ വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. ആ വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കാതെ തന്നെ ഈ സന്ദേശവുമായി മുൻപോട്ട് പോകുവാൻ ആഗ്രഹിക്കുകയാണ്. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ നമുക്കൊന്ന് അടയ്ക്കാമല്ലോ. നമ്മുടെ ഹൃദയങ്ങളൊന്ന് ഏകാഗ്രമാക്കിയാട്ടെ. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് അന്യചിന്തകളെല്ലാം മാറിപ്പോകട്ടെ. നമ്മുടെ ഹൃദയം ദൈവത്തിൽ ഒന്ന് ഏകാഗ്രമാക്കിയാട്ടെ. നമ്മുടെ ഹൃദയ കണ്ണുകൾ തുറന്ന് നമ്മുടെ നാഥൻ്റെ മുഖമൊന്ന് വിശ്വാസത്താൽ ദർശിച്ചാട്ടെ. ഈ പകൽവേളയിൽ ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിപ്പാൻ കഴിയുമോ? ദൈവമേ, എന്നോട് സംസാരിക്കണമേ എന്ന്, എൻ്റെ ജീവിതത്തിൽ ഈ വചന ശുശ്രൂഷ അനുഗ്രഹത്തിന് കാരണമായി തീരണമേ എന്ന് നമുക്ക് എത്ര പേർക്ക് ഈ പകൽവേളയിൽ പ്രാർത്ഥിപ്പാൻ കഴിയും? നാം കരയാൻ തയ്യാറാകുമെങ്കിൽ ദൈവം തൻ്റെ വചനമയച്ച് നമ്മെ വിടുവിക്കും. വിശ്വാസത്താൽ പ്രാർത്ഥിച്ചാട്ടെ. ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. എല്ലാവരും ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ. ദൈവത്തിന് സ്തുതികൾ അർപ്പിച്ചാട്ടെ. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശബ്ദം ഇവിടെ മുഴങ്ങി കേൾക്കുമ്പോൾ ആ വചനത്തിൻ്റെ ശക്തിയാൽ ദൈവിക അത്ഭുതങ്ങൾ ഇവിടെ നടക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാമല്ലോ. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവേ, അല്പനിമിഷത്തെ ചിന്തയ്ക്ക് വേണ്ടി ഞങ്ങളുടെ ആത്മാവ് ഞങ്ങൾക്ക് നൽകി തന്നിരിക്കുന്ന നല്ല വചനത്തിനായി സ്തോത്രം. ഇതിൻ്റെ ആഴത്തിലേക്ക് പരിശുദ്ധാത്മാവ് ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുമാറാകണമേ. ദൈവവചന ശുശ്രൂഷ ഇവിടെ നടക്കുമ്പോൾ ഏകാഗ്രത നഷ്ടപ്പെടുത്തുന്ന ഹൃദയ അന്തർഭാഗത്തിലേക്ക് ദൈവവചനം കടക്കാതെ വണ്ണം ഹൃദയദൃഷ്ടികളെ കുരുടാക്കി വെച്ചിരിക്കുന്ന സകല ദുഷ്ടശക്തിയുടെ വ്യാപാരങ്ങളുടെ മീതെയും നസ്രനായ യേശുവിന് അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ ജയം നേടി പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ ശബ്ദം അങ്ങ് ഞങ്ങളെ കേൾപ്പിക്കാൻ പോകുന്നത് ഓർത്ത് സ്തോത്രം. ദൈവവചനത്തിൻ്റെ ശബ്ദം ഇവിടെ മുഴങ്ങി കേൾക്കുമ്പോൾ തന്നെ ആ വചനത്തിൻ്റെ ശക്തിയാൽ ദൈവിക അത്ഭുതങ്ങൾ ഇവിടെ നടക്കാൻ പോകുന്നതോർത്ത് ഞങ്ങൾ വിശ്വസിച്ചുകൊണ്ട് അങ്ങേക്ക് സ്തോത്രം അർപ്പിക്കുന്നു. പ്രാർത്ഥനയും കേട്ടിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. നമ്മുടെ എല്ലാവരുടെ കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടെ ദൈവത്തിനൊന്ന് മഹത്വം അർപ്പിച്ചാട്ടെ. പ്രൈസ് ദി ലോർഡ്. നാം ഇവിടെ വായിച്ചത് മർക്കോസ് എഴുതിയ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ വാക്യമാണ്. യേശു അവനോട് നിന്നാൽ കഴിയും എങ്കിൽ എന്നോ വിശ്വസിക്കുന്നവന് സകലവും കഴിയും എന്ന് പറഞ്ഞു. ഈ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ തന്നെ ഇതിൻ്റെ പശ്ചാത്തലം കൂടെ ഒന്ന് വിവരിച്ചതിന് ശേഷം ഈ വാക്യത്തിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുകയാണ്. യേശു ശിഷ്യന്മാരോടൊപ്പം എല്ലായ്പ്പോഴും സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കെ വേളയിൽ അല്പനിമിഷങ്ങൾ കുറച്ച് ശിഷ്യന്മാരിൽ നിന്ന് അകന്ന് യേശു ദൂരേക്ക് മാറി നിൽക്കുന്നു. കൃത്യം ആ സമയത്ത് തന്നെ ചെകിടനും ഊമനുമായ ആത്മാവുള്ള ഒരു മകനുമായി ഒരപ്പൻ ആ വേറിട്ട് നിന്ന ശിഷ്യന്മാരുടെ അടുക്കിലെത്തുന്നു. ആ പിതാവ് ഒരു കാര്യം ആ ശിഷ്യന്മാരോട് ആവശ്യപ്പെട്ടു. എൻ്റെ മകന് സൗഖ്യമില്ല, എൻ്റെ മകന് സൗഖ്യം വേണം. പക്ഷേ ശിഷ്യന്മാർക്ക് അവിടെ ഒന്നും ചെയ്യുവാൻ കഴിഞ്ഞില്ല. അവർ നിരാശരായി നിൽക്കുകയാണ്. ആ നിരാശരായി നിൽക്കുമ്പോൾ തന്നെ ശാസ്ത്രിമാർ ആ പരാജയപ്പെട്ടു നിൽക്കുന്ന ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് വന്ന് തർക്കിക്കാൻ തുടങ്ങി. ഉത്തരം മുട്ടിയവരായി
ആരോടും മറുപടി പറയുവാൻ കഴിയാതെ വണ്ണം പകച്ച് ഒരു ജനസമൂഹത്തിന് മുൻപിൽ ആ ശിഷ്യന്മാർ നിൽക്കുമ്പോൾ കർത്താവ് അവിടേക്ക് പെട്ടെന്ന് കടന്നു വരികയാണ്. കർത്താവ് ആ വിഷയം ഏറ്റെടുക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഈ പകൽവേളയിൽ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, പലപ്പോഴും നമ്മുടെ വാ അടഞ്ഞു പോകുന്ന സന്ദർഭത്തിൽ, നമുക്കൊരു ഉത്തരം കൊടുക്കുവാൻ പറ്റാത്ത രീതിയിൽ നാം പകച്ചു നിൽക്കുന്ന സന്ദർഭത്തിൽ, നമ്മെ കൈവിടാതെ ഇറങ്ങി വരുന്ന, നമുക്ക് ബലമായി ഇറങ്ങി വരുന്ന നമ്മുടെ സർവശക്തനെ ഓർത്ത് നമുക്ക് ഈ പകൽവേളയിൽ ദൈവത്തിന് സ്തോത്രം അർപ്പിക്കാമല്ലോ. അതെ, യേശു അവിടേക്ക് കടന്നു വന്ന് യേശു ആ വിഷയം ഏറ്റെടുക്കുകയാ. യേശു ചോദിക്കുകയാ, എന്താ വിഷയം, എന്നോട് പറഞ്ഞാട്ടെ. ഉടനെ ആ ജനസമൂഹത്തിൽ നിന്നും ആ മകൻ്റെ പിതാവ് ഓടി യേശുവിൻ്റെ അടുക്കിലേക്ക് വരികയാണ്. അതിനുശേഷം പിതാവ് ആദ്യം തന്നെ പ്രസന്റ് ചെയ്യുന്ന ഒരു വിഷയമെന്ന് പറയുന്നത് ഒരു പരാതിയാണ്. അതാണ് അതിന് 17-ാമത്തെ വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. മർക്കോസിന്റെ സുവിശേഷം 9-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ പിതാവ് എന്താണ് ചെയ്തത്? ഊമനായ ആത്മാവുള്ള മകനുമായി യേശുവിൻ്റെ അടുക്കലെത്തിയതിനു ശേഷം യേശുവിനോട് പ്രാരംഭമായി ഒരു പരാതി പറയുക. ഇവനെ നിന്റെ ശിഷ്യന്മാരുടെ അടുക്കൽ എത്തിച്ചു, നിന്റെ അടുക്കൽ എത്തിച്ചു, പക്ഷേ സൗഖ്യം ലഭിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. ഈ പകൽവേളയിൽ ഇതിനോട് ചേർന്ന് ഞാൻ നിങ്ങളോട് ഒരു ദൂത് പറയട്ടെ. യേശുവിൻ്റെ ശിഷ്യന്മാർ എന്ന് അവകാശപ്പെടുന്ന നാം, യേശുവിനോടൊപ്പം സഞ്ചരിക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന നാം, നമ്മുടെ മുൻപിൽ ഒരു വിഷയം എത്തുമ്പോൾ അതിനൊരു പരിഹാരം ഉണ്ടാകുന്നില്ല എങ്കിൽ നമ്മുടെ ശുശ്രൂഷ ചോദ്യം ചെയ്യപ്പെടും എന്നുള്ളത് നാം മറന്നു പോകരുത്. എന്താ ഞാൻ ഈ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം? നമ്മുടെ മുൻപിൽ വരുന്ന സകല വിഷയങ്ങൾക്കും പരിഹാരം നൽകിക്കൊടുക്കുവാനുള്ള ഒരു അഭിഷേകവുമായിട്ടാണ് ദൈവം നമ്മെ അയച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവം അതിന് നമുക്ക് ശക്തി തന്നിട്ടുണ്ട്. പക്ഷെ വിശ്വസിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ട് വരിക എന്നുള്ളത് നാം മറന്നു പോകരുത്. നമ്മുടെ ശുശ്രൂഷയിൽ ഈ നാളുകളിൽ ദൈവിക ശക്തി വെളിപ്പെടട്ടെ. അതിനായുള്ളൊരു ഒരുക്കം, അതിനായുള്ള ഒരു പുതുക്കം, അതിനായുള്ളൊരു സമർപ്പണം, അതിനായിട്ടുള്ള ആഴമായ ഒരു വിശ്വാസത്തിൻ്റെ ആഴത്തിലേക്ക് ഈ നാളുകളിൽ നാം ഇറങ്ങണം. നമ്മൾ അഭിഷക്തന്മാരെന്ന് അവകാശപ്പെടുകയല്ല, നമ്മളിൽ വ്യാപരിക്കുന്ന ദൈവിക അഭിഷേകത്തിൻ്റെ ശക്തി മറ്റുള്ള മേഖലയിലേക്ക് ഈ നാളുകളിൽ വ്യാപരിക്കുമാറാകട്ടെ. നമ്മുടെ ശുശ്രൂഷയിൽ ദൈവിക ശക്തി വെളിപ്പെടുന്നില്ല എങ്കിൽ നാം ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ളത് നാം മറന്നു പോകരുത്. അടുത്തത്, ഈ പരാതിയുമായി ആ പിതാവ് യേശുവിൻ്റെ അടുക്കിലേക്ക് വന്ന ഉടനെ തന്നെ യേശു തൊട്ടടുക്കൽ നിന്ന ശിഷ്യന്മാരോട് പറയുന്ന പദങ്ങൾ അതിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ കാണുവാൻ കഴിയുന്നു. 19-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് കാണുവാൻ കഴിയുന്നത്. ശിഷ്യന്മാരെ നോക്കിക്കൊണ്ട് യേശു പറയുകയാ, അവിശ്വാസമുള്ള തലമുറയെ, എത്രത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും, എത്രത്തോളം നിങ്ങളെ പൊറുക്കും. അവിശ്വാസമുള്ള തലമുറയെ, എത്രത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും, എത്രത്തോളം നിങ്ങളെ പൊറുക്കും. ശാസിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നത്, ശിഷ്യന്മാരെ ശാസിക്കുന്നതായിട്ട്. എന്തുകൊണ്ടാ യേശു ശാസിച്ചത്? ഞാൻ ഈ ദൈവവചനം പഠിച്ച സന്ദർഭത്തിൽ എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞത്, ഇത് ദൈവത്തിൻ്റെ ഒരു കോപത്തിൽ നിന്ന് ഉയർന്നു വന്ന ഒരു ശാസനയായിട്ട് എനിക്ക് തോന്നുന്നില്ല. പകരം ദൈവത്തിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തു വന്ന, അല്ലെങ്കിൽ ഉള്ളിൽ വന്ന വേദനയിൽ നിന്നും പുറത്തു വന്ന ഒരു ശാസനയാണ്. എന്താ കാര്യമെന്നറിയാമോ? നിന്റെ മുൻപിൽ നിൽക്കുന്ന ഈ വിഷയത്തിന് പരിഹാരം കൊടുക്കുവാൻ അഭിഷേകം പകർന്ന്, ശക്തി പകർന്ന് നിന്നെ ആക്കി വെച്ചിരിക്കുമ്പോൾ, അത് നിനക്ക് ചെയ്യാൻ കഴിയാതെ വരുമ്പോൾ അതിൽ സങ്കടപ്പെടുന്നത് കർത്താവാ. ഈ പകൽവേളയിൽ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, നിന്റെ മീതെ പകർക്കപ്പെട്ടിരിക്കുന്ന ഒരു അഭിഷേകമുണ്ട്. അത് നിന്റെ ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കാനല്ല, നിന്റെ മുൻപിൽ നിൽക്കുന്ന പ്രതികൂലങ്ങളെ തരണം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്.
ദൈവിക ശക്തിയെ ചോദ്യം ചെയ്യുന്ന നിരവധി വിഷയങ്ങൾ നിന്റെ മുൻപിൽ വരുമ്പോൾ അതിന് മീതെ ജയം നേടേണ്ടതിന് വേണ്ടിയിട്ടാണ് ദൈവം ആ ശക്തി നിനക്ക് പകർന്നിരിക്കുന്നത്. ഈ നാളുകളിൽ ദൈവം പകർന്നിരിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തി നീ ഉപയോഗിക്കണം. ഞാൻ പരിപൂർണമായി വിശ്വസിക്കുന്നു, ഇന്ന് പകൽവേളയിൽ ഈ ദൈവവചനത്തിന്റെ ശക്തി ഇവിടെ മുഴങ്ങി കേൾക്കുമ്പോൾ തന്നെ നിന്റെ അന്തരാത്മാവിൽ ചിലത് ദൈവത്തിന്റെ ആത്മാവ് കാണിക്കുന്നുണ്ട്. ചില മേഖലകൾ വിജയം നേടുവാൻ, ചില മേഖലകളെ വെട്ടിപ്പിടിക്കുവാൻ, ചില മേഖലകളെ കീഴടക്കുവാൻ, ചില നാളുകളായി നിന്റെ മുൻപിൽ ആധിപത്യം പുലർത്തിക്കൊണ്ട് നിൽക്കുന്ന ചില ചോദ്യ ശരങ്ങൾക്ക് ഈ പകൽവേളയിൽ അന്തിമം കുറിക്കുവാനുള്ള അഭിഷേകം ദൈവം കണ്ടിരിക്കുന്നു. നിനക്ക് ഉപയോഗിക്കാൻ കഴിയുമോ അത്? നിനക്ക് ഉപയോഗിക്കാൻ കഴിയുമോ അത്? ഓ റബ ശംതല രഗദ റിദറബലബസി. താങ്ക് യു ജീസസ്. ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്, ഗ്ലോറി ടു ഗോഡ്. ദൈവം നമ്മെ അധികാരപ്പെടുത്തി ആക്കി വെച്ചിരിക്കുമ്പോൾ ആ അധികാരം നാം ഉപയോഗിക്കണം. മുൻപിൽ നിൽക്കുന്ന ദുഷ്ടശക്തികളെ കണ്ട് ഭയപ്പെടേണ്ടവരല്ല നാം. ഓ, നീ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ അത് നിനക്കെതിരെ കടന്നു വരുമെന്ന് ചിന്തിച്ച് നീ പിന്മാറി നിൽക്കേണ്ടവനല്ല. നിന്നെ യുദ്ധത്തിന് വേണ്ടി ഇറക്കി വിട്ടതിന് ശേഷം പിന്മാറിക്കളയുന്ന ഒരു ദൈവമല്ല ഈ ദൈവം. നിന്നെ ഒരു സംസ്ഥാനത്തിലേക്ക് അയച്ചിട്ടുണ്ടെങ്കിൽ, ഓ ചില നിയോഗങ്ങൾ ദൈവം നിനക്ക് തന്നിട്ടുണ്ടെങ്കിൽ, ഓ ഹാലെ പ്രാർത്ഥിപ്പാൻ ചില നിയോഗങ്ങൾ നിനക്ക് തന്നിട്ടുണ്ടെങ്കിൽ, നീ ഇറങ്ങി തിരിക്കുമ്പോൾ നിനക്ക് വിജയം തരുവാൻ ശക്തനായ ഒരുവനുണ്ട്. അവൻ നിന്നെ കൈവിടുകയില്ല. യേശു ശിഷ്യന്മാരെ ശാസിക്കുകയാ. നിങ്ങൾ എന്തുകൊണ്ട് വിശ്വസിക്കുന്നില്ല? എന്തുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കുന്നില്ല? ഈ പകൽവേളയിൽ ദൈവത്തിന്റെ വചനം കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ഒരു പടി കൂടെ ഈ പകൽവേളയിൽ വിശ്വാസത്തിൽ നീ മുന്നേറേണ്ടിയിരിക്കുന്നു. അടുത്തത് അതിൽ 21-ാമത്തെ വാക്യത്തിലേക്ക് വരാം. 21-ാമത്തെ വാക്യം വായിക്കുമ്പോൾ യേശു ആ പിതാവിനോടുള്ള സംഭാഷണമാണ് കാണുവാൻ കഴിയുന്നത്. യേശു ആ പിതാവുമായി സംഭാഷിക്കുകയാണ്, അല്ലെങ്കിൽ സംസാരിക്കുകയാണ്. അപ്പനോട് യേശു ചോദിക്കുകയാ, ഇത് ഇവന് സംഭവിച്ചിട്ട് എത്ര കാലമായി? ഈ മകന് ഈ വിഷയമുണ്ടായിട്ട് കാലം എത്രയായി? യേശുവിന് അറിയില്ലേ ഇവൻ എത്ര കാലമായി ഇത് സംഭവിച്ചിട്ടെന്ന്? യേശുവിന് അറിയാം. പക്ഷെ പിന്നെ എന്തുകൊണ്ട് യേശു ചോദിച്ചു? എന്തുകൊണ്ട് ചോദിച്ചു? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവിന് നിന്റെ നാവിൽ നിന്ന് തന്നെ നിന്റെ വിഷയം ഒന്ന് കേൾക്കണം. നിന്റെ നാവ് തുറന്ന് നിന്റെ വിഷയം ഒന്ന് പറയുമ്പോൾ യേശുവിന്റെ ശക്തിയെ ചോദ്യം ചെയ്യുന്ന ഒരു കൂട്ടർ 4 ചുറ്റും നിൽപ്പുണ്ട്. അവർ കൂടെ ഇതൊന്ന് കേൾക്കണം. ഈ പകൽവേളയിൽ ദൈവവചനത്തിന്റെ ശബ്ദം കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ഒരു കാര്യം മനസ്സിലാക്കുക. ഇന്ന് നീ അഭിമുഖീകരിക്കുന്ന ചില വിഷയങ്ങൾ, നീ പറഞ്ഞുകൊണ്ട് നടക്കുന്ന ചില വിഷയങ്ങൾ നിന്റെ തകർച്ചയ്ക്ക് വേണ്ടിയിട്ടല്ല. നീ അത് പറയുമ്പോൾ അതൊരു സാക്ഷ്യമായി തീരുകയാണ്. ഈ പകൽവേളയിൽ ദൈവത്തിന്റെ വചനം കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ഡോക്ടേഴ്സ് എഴുതി വച്ചിരിക്കുന്ന ചില വിധി, ഓ ഹല്ലേലൂയ, ഡോക്ടേഴ്സ് പറഞ്ഞു വെച്ചിരിക്കുന്ന ചില സർട്ടിഫിക്കറ്റുകൾ, ഓ ഹല്ലേലൂയ, ലോകം വിധി എഴുതി വെച്ചിരിക്കുന്ന ചില വാക്കുകൾ, നിന്നെ കുറിച്ച് വിധി പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ, അത് ലോകമൊന്ന് കേൾക്കട്ടെ. ഒരു കാര്യം മനസ്സിലാക്കുക, അത് ലോകം കേട്ട് കഴിയുമ്പോൾ ആ ലോകത്തിന് മുൻപാകെ ആ വിധി നടത്താനല്ല എൻ്റെ ദൈവം ഇരിക്കുന്നത്. ആ വിധിയെ മാറ്റിക്കൊണ്ട് അതിനപ്പുറമായി ഒരു ദൈവിക പ്രവൃത്തി വെളിപ്പെടുത്താൻ വേണ്ടിയിട്ട്. താങ്ക് യു ജീസസ്, ഗ്ലോറി ടു ഗോഡ്. നീ പറഞ്ഞാട്ടെ, നിന്റെ നാവിൽ നിന്ന് പുറത്തു വരട്ടെ. നീ പറഞ്ഞാട്ടെ, നിന്റെ നാവിൽ നിന്ന് നിന്റെ തകർച്ചയുടെ ചില വാക്കുകൾ പുറത്തു വരുമ്പോൾ പ്രവർത്തിപ്പാൻ ശക്തനായ ദൈവം ഇറങ്ങി വരും. അടുത്തത്, എന്തുകൊണ്ടാ ഈ പിതാവിനോട് യേശു ചോദിച്ചത് ഇത് എത്ര കാലമായെന്ന്? അതിനകത്തൊരാത്മീയ അർത്ഥം കൂടെ ഞാൻ നിങ്ങളോട് പറയാം. യേശു പറയുക, നീ ഒന്ന് പറഞ്ഞാട്ടെ, ഞാൻ കേൾക്കാൻ തയ്യാറാ. നീ ഒന്ന് പറഞ്ഞാട്ടെ, ഞാൻ കേൾക്കാൻ തയ്യാറാ. നീ ഒന്ന് പറഞ്ഞാട്ടെ, ഞാനൊന്ന് കേൾക്കാൻ തയ്യാറാ.
ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. ഇന്ന് നീ ചില വേദനകൾ അനുഭവിക്കുമ്പോൾ ആ വേദനയും പറഞ്ഞുകൊണ്ട് നിന്റെ തൊട്ടടുത്ത സഹോദരന്റെ അടുക്കിലേക്ക് പോകുമ്പോൾ, നിന്റെ അടുത്ത വീട്ടുകാരുടെ അടുക്കിലേക്ക് പോകുമ്പോൾ, നിന്റെ സ്നേഹിതരുടെ അടുക്കിലേക്ക് പോകുമ്പോൾ, നീ ഒന്ന് പറഞ്ഞ് രണ്ടാമത് പറയുമ്പോൾ അവർക്ക് കേൾക്കാൻ വലിയ താല്പര്യമില്ല. നിന്റെ ഉയർച്ചയുടെ കാര്യങ്ങൾ പലതും കേട്ടുകൊണ്ടിരിക്കും. എന്നാൽ നിന്റെ തകർച്ചയുടെ ചില കാര്യങ്ങളാ പറയാൻ വരുന്നതെന്ന് മനസ്സിലാക്കിയാൽ പലരും കാതുകളെ അടച്ചതിന് ശേഷം അവിടെ നിന്ന് മാറിപ്പോകും. ഇന്ന് പകൽവേളയിൽ ഈ ദൈവത്തിന്റെ വചനം കേൾക്കുന്നവരിൽ ചിലർ അങ്ങനെയുണ്ട്. ഞാൻ പറയട്ടെ, നിന്റെ വേദന പങ്കുവെക്കാൻ ചെന്നിട്ട് ഒരു നിമിഷം പോലും ആ കാതുകളൊന്ന് കേൾക്കാൻ തയ്യാറല്ലാതെ മനുഷ്യൻ മാറിപ്പോകുന്ന അനുഭവം ഉണ്ടെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിന്റെ നിറവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, നീ എത്ര മണിക്കൂർ ഇരുന്ന് പറഞ്ഞാൽ കേൾക്കാൻ എന്റെ അപ്പച്ചൻ തയ്യാറാ. നീ നീറിപ്പുകഞ്ഞ് കരയുമ്പോൾ, നീ നിലവിളിക്കുമ്പോൾ, നീ സങ്കടപ്പെടുമ്പോൾ, എത്ര ദിവസം ഇരുന്ന് നീ പറഞ്ഞാലും കേൾക്കാൻ തയ്യാറുള്ള ഒരാത്മാർത്ഥ സ്നേഹിതനാണ് എന്റെ കർത്താവ്. നീ ആരെടുത്തും പോകണ്ട, അപ്പച്ചനോട് പറഞ്ഞാൽ മതി. അപ്പച്ചൻ കേൾക്കാൻ തയ്യാറാ, അവൻ തയ്യാറുള്ളവനാ. പറഞ്ഞട്ടെ, നീ പറഞ്ഞട്ടെ, ഞാൻ കേൾക്കാൻ തയ്യാറാ. പ്രൈസ് ദി ലോർഡ്. അവൻ തുറന്നു പറഞ്ഞു, ആ പിതാവ് തുറന്നു പറഞ്ഞു. തുടർന്നതിന് 22-ാമത്തെ വാക്യം അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ആ പിതാവ് ചില കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ഇങ്ങനെ പറഞ്ഞു. പിതാവ് പറയുക, നിന്നാൽ വല്ലതും കഴിയുമെങ്കിൽ. പ്രൈസ് ദി ലോർഡ്. എന്തുകൊണ്ടാ ആ പിതാവ് അങ്ങനെ പറഞ്ഞത്? എന്തുകൊണ്ടാ ഇങ്ങനെ പറഞ്ഞത്? നിന്നാൽ വല്ലതും കഴിയുമെങ്കിൽ. യേശുവിനോട് പറയുക, ഒറ്റ കാര്യമേ പറയാനുള്ളൂ. ഇവൻ ഒത്തിരി പരീക്ഷണങ്ങൾ നടത്തിയതാ. പരീക്ഷണങ്ങൾ നടത്തിയെടുത്തെല്ലാം, വിടുതലിന് പോയെടുത്തെല്ലാം, ഒരു സൗഖ്യത്തിന് വേണ്ടി ഓടി നടന്നെടുത്തെല്ലാം ആദ്യമേ പലരും വാഗ്ദാനം ചെയ്തു. എന്നാൽ ഒടുവിൽ എല്ലാവരും കൈമലർത്തി കളഞ്ഞു. അവന്റെ അനുഭവം അതാ. ഒത്തിരി പരീക്ഷണങ്ങൾ നടത്തിയിട്ടും പരാജയപ്പെട്ട് തകർന്നവനായിട്ട് അവൻ യേശുവിന്റെ അരികിൽ വന്നത്. ഈ ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുമ്പോൾ തന്നെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സകല പരീക്ഷണങ്ങളും നടത്തി പരാജയത്തോടെയാണ് ഇന്ന് പകൽവേളയിൽ ഈ കൺവെൻഷനിൽ നീ വന്നിരിക്കുന്നതെങ്കിൽ, ഇന്ന് കഴിഞ്ഞ കാലങ്ങൾ അനുഭവത്തോടെ നിന്നെ മടക്കി അയക്കുന്ന ദൈവമല്ല, പരാജയത്തോടെ നിന്നെ മടക്കി അയക്കുന്ന ദൈവമല്ല. മറ്റാരെ കൊണ്ടും ചെയ്യാൻ പറ്റാത്തത് ഈ യേശുവിന് ചെയ്യാൻ കഴിയും. വിശ്വസിക്കുന്നവർ ദൈവത്തെ ആത്മാവിൽ മഹത്വപ്പെടുത്തിയാട്ടെ. വിശ്വസിക്കുന്ന ദൈവത്തിന് സ്തോത്രം അർപ്പിച്ചാട്ടെ. സകല പരീക്ഷണങ്ങളും നടത്തി, സകല ഡോക്ടേഴ്സിനെയും കണ്ടു, സകലയിടത്തും പരാജയപ്പെട്ടവനായി നീ വന്നിരിക്കുന്നുവെങ്കിൽ യേശുവിന് അധികാരമുള്ള നാമത്തിൽ സൗഖ്യം പ്രാപിക്കാം. യേശുവിന് അധികാരമുള്ള നാമത്തിൽ വിടുതൽ പ്രാപിക്കാം. യേശുവിന് അധികാരമുള്ള നാമത്തിൽ അത്ഭുതങ്ങൾ ഈ കൺവെൻഷനിൽ നടക്കട്ടെ. Oh, hallelujah. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. Glory to God. Glory to God. പിതാവ് പറയുകയാ, നിന്നാൽ വല്ലതും കഴിയുമെങ്കിൽ. 23-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ ഉടൻ തന്നെ യേശു മറുപടി കൊടുക്കുകയാ. യേശു എന്താ മറുപടി കൊടുത്തത്? നിന്നാൽ കഴിയുമെങ്കിൽ എന്നോ വിശ്വസിക്കുന്നവന് 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 സകലവും കഴിയും. യെസ്, the name of Jesus. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ വിശ്വാസത്തിന്റെ ശക്തി ഇവിടെ വ്യാപരിക്കുന്നു. വിശ്വാസത്തിന്റെ ശക്തി ഇവിടെ വ്യാപരിക്കുന്നു. വിശ്വാസത്തിന്റെ ശക്തി ഇവിടെ വ്യാപരിക്കുന്നു. വിശ്വാസത്തിന്റെ ശക്തി വ്യാപരിക്കുന്നു. അത് കോട്ടകളെ തകർത്തുകൊണ്ടിരിക്കുന്നു. അത് ചെങ്കടലിനെ രണ്ടായി വിഭജിച്ചു കൊണ്ടിരിക്കുന്നു. വിശ്വാസത്തിന്റെ ശക്തി പ്രതികൂലങ്ങളെ തകർത്തുകൊണ്ടിരിക്കുന്നു. വിശ്വാസത്തിന്റെ ശക്തി രോഗങ്ങളെ മാറ്റിക്കൊണ്ടിരിക്കുന്നു. ഓ, താങ്ക് യു ജീസസ്. Yes, in the name of Jesus. In the name of Jesus. In the name of Jesus. നിന്നാൽ കഴിയുമെങ്കിൽ എന്നോ വിശ്വസിക്കുന്നവന്
സകലവും കഴിയും. അതിന്റെ 24-ാമത്തെ വാക്യത്തിൽ അപ്പൻ ഉടനെ നിലവിളിച്ചു. അപ്പൻ ഉടനെ നിലവിളിച്ചു. മോൻ ഇത്രയും കാലം ഇത്രയും പ്രതിസന്ധി ഉണ്ടായിട്ടും ഇത്ര വാവിട്ട് നിലവിളിച്ചതായി എനിക്ക് തോന്നുന്നില്ല. പക്ഷെ യേശുവിൻ്റെ ഈ വാക്ക് കേട്ടപ്പോൾ അപ്പൻ ഉടനെ നിലവിളിച്ചു. അപ്പൻ എന്തോർത്ത നിലവിളിച്ചത്? ഇത്രയും സർവശക്തനായ ഒരുവനെയാണല്ലോ ഞാൻ അവിശ്വസിച്ചതെന്നോർത്ത് അപ്പൻ നിലവിളിച്ചത്. ഞാൻ നിങ്ങളോട് ഒരു ദൂതുകൂടെ പറയാം. ദൈവത്തിന് ഏറ്റവും കൂടുതൽ വേദന ഉളവാക്കുന്ന ഒരു കാര്യം എന്തെന്നറിയാമോ? എൻ്റെ ദൈവത്തെ അവിശ്വസിക്കുക എന്നുള്ളതാ. എൻ്റെ ദൈവത്തെ അവിശ്വസിക്കുക എന്നുള്ളതാ. എൻ്റെ ദൈവത്തെ അവിശ്വസിക്കരുത്. എൻ്റെ ദൈവത്തെ അവിശ്വസിക്കരുത്. എൻ്റെ ദൈവത്തെ അവിശ്വസിക്കരുത്. അവൻ സർവശക്തനാ. എൻ്റെ ദൈവത്തെ അവിശ്വസിക്കരുത്. എൻ്റെ ദൈവത്തെ അവിശ്വസിക്കരുത്. അവൻ സർവശക്തനാ. വിശ്വാസത്തിന്റെ ആഴത്തിലേക്ക് ഈ പകൽവേളയിൽ ദൈവജനത്തിന് ഇറങ്ങുവാൻ കഴിയുമാറാകട്ടെ. അതേ, തൻ്റെ അവിശ്വാസത്തെ ഓർത്ത് ആ പിതാവ് നിലവിളിച്ചു. 25-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഈ നിലവിളി കേട്ട ഉടനെ, ഈ പിതാവിന്റെ നിലവിളി കേട്ട ഉടനെ യേശു പറയുന്നു, ഊമനും ചെകിടനുമായ ആത്മാവ് ഇവനെ വിട്ടു പോ, ഇനി അവനിൽ കടക്കരുത്. ഊമനും ചെകിടനുമായ ആത്മാവേ ഇവനെ വിട്ടു പോ, ഇനി അവനിൽ കടക്കരുത്. ഇനി അവനിൽ കടക്കരുത്. കയറിയും ഇറങ്ങിയും കയറിയും ഇറങ്ങി, അല്പനേരം മാറി നിൽക്കും, പിന്നെയും കയറും, പിന്നെയും തകർക്കും, പിന്നെയും നശിപ്പിക്കും, പിന്നെയും ഇറങ്ങിപ്പോകും. ഇതാ ഈ ആത്മാവ് ചെയ്തോണ്ടിരുന്നത്. പക്ഷേ യേശുവിന്റെ ശക്തി അവിടെ വെളിപ്പെട്ടപ്പോൾ യേശു പറയുക, ഇനി കടക്കരുത്. എന്റെ യേശു ഒരതിര് നിശ്ചയിച്ചാൽ അത് വിട്ട് ഒരന്ധകാര ശക്തിക്കും പിന്നീട് ആക്രമിക്കാൻ കഴിയത്തില്ല. ഓ ഹല്ലേലൂയ. ഇടയ്ക്ക് സന്തോഷം തരുന്നു, പിന്നെയും സങ്കടം, പിന്നെയും സന്തോഷം തരുന്നു, പിന്നെയും സങ്കടം. അങ്ങനെയല്ല, അങ്ങനെയല്ല, അങ്ങനെയല്ല. നിനക്ക് എന്നും സന്തോഷം പകരുന്ന ദൈവമായി ദൈവം. വിശ്വസിക്കുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം അർപ്പിക്കുകയാ. യേശു പറയുന്നു, ഊമനും ചെകിടനുമായ ആത്മാവ് ഇവനെ വിട്ട് പോ, ഇനി അവനിൽ കടക്കരുത്. ഏതാത്മാവിനോടാ യേശു പറഞ്ഞത്? നിലത്ത് വീഴ്ത്തി നുരപ്പിച്ച് തറയിൽ കിടന്ന് ഉരുളുമാറാക്കിയ ശക്തി, ചെറുപ്പം മുതൽ നശിപ്പിക്കുവാൻ ശ്രമിച്ച ശക്തി, ഇടയ്ക്കിടയ്ക്ക് തീയിലും വെള്ളത്തിലും തള്ളിയിട്ട ശക്തി, ഊമനാക്കി വെച്ച ശക്തി, ചെകിടനാക്കി വെച്ച ശക്തി, കാലാകാലങ്ങളായി ബന്ധിച്ചിരുന്ന ശക്തി, ബുദ്ധിയെ കെട്ടിക്കൊണ്ട് പോരാടിക്കൊണ്ടിരുന്ന ശക്തി, ഒളിഞ്ഞും തെളിഞ്ഞും നിന്ന് പോരാടിയ ശക്തി. യെസ്, 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 ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ വിട്ടു പോകട്ടെ, വിട്ടു പോകട്ടെ, വിട്ടു പോകട്ടെ, വിട്ടു പോകട്ടെ, വിട്ടു പോകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. എത്ര പറഞ്ഞിട്ട് മനസ്സിലാക്കുവാൻ പറ്റാത്ത രീതിയിൽ ബുദ്ധിക്ക് ഭ്രമമിട്ടുകൊണ്ട് തലമുറകൾക്കെതിരെ പോരാടുന്ന ദുഷ്ടശക്തികൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ പകൽവേളയിൽ വിട്ടു മാറട്ടെ. ദൈവത്തെ ആരാധിക്കേണ്ട സഭകൾക്കുള്ളിൽ സമാധാനം കെടുത്തി പോരാടുന്ന ദുഷ്ടശക്തികൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ വിട്ടു മാറട്ടെ. വേണ്ടതിൽ ശുശ്രൂഷ ചെയ്യാൻ കഴിയാതെ തളർത്തി നിൽക്കുന്ന അന്ധകാര ശക്തിയുടെ പോരുകൾ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഈ പകൽവേളയിൽ മാറിപ്പോകട്ടെ. ദൈവജനങ്ങൾ ആത്മാവ്, ഓ ഹല്ലേലൂയ, ദൈവജനങ്ങൾ ആത്മാവ് ജയം നേടിയാട്ടെ. ദൈവജനങ്ങൾ ആത്മാവിൽ ജയം നേടിയാട്ടെ. ഇന്ന് പകൽ വെറുതെയല്ല നിന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ചില വിഷയങ്ങളുടെ മീത് ദൈവിക പ്രവൃത്തിയോടെ നിന്നെ അയക്കാനോ.
എത്ര വലിയ വിഷയമായാലും എൻ്റെ യേശുവിന്റെ ഒറ്റ വാക്ക് മതി, എൻ്റെ യേശുവിന്റെ ഒറ്റ വാക്ക് മതി, എൻ്റെ യേശുവിന്റെ ഒറ്റ വാക്ക് മതി. നിന്റെ പ്രശ്നത്തിന് പരിഹാരമാ ഈ പകൽ വേളയിൽ ആ വാക്കുകൾ നിനക്ക് വേണ്ടി പുറപ്പെടുകയാ. ഒടുവിൽ ആ ശക്തി അവനെ വിട്ടുപോകുകയാ. 26-ാമത്തെ വാക്യത്തിൽ കാണുവാൻ കഴിയുന്നു, മരിച്ചുപോയി എന്ന് പലരും പറയുവാൻ തക്കവണ്ണം മരിച്ചവനെ പോലെ അവനെ ആക്കിയിട്ടിട്ട് ആ ശക്തി അവനെ വിട്ടുപോയി. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അന്ധകാര ശക്തികൾ തകർക്കേണ്ട സകല പദ്ധതികളും തയ്യാറാക്കി തകർത്ത് തരിപ്പണമാക്കി ജീവനില്ലാത്ത പരുവത്തിലാക്കിയിട്ടിട്ട് ആ ആത്മാവ് ആ മകനെ വിട്ടിട്ട് പോയി. എന്നാൽ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, അതിൻ്റെ 27-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുവാൻ കഴിയുന്നു, മരിച്ചവനെ പോലെ അവൻ കിടക്കുമ്പോൾ ഒരു കരം അവന്റെ നേരെ നീട്ടപ്പെട്ടു. അതവന്റെ ശരീരത്തെ തൊട്ടു, അതവനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. അവൻ നിവർന്നു നിൽക്കാൻ തുടങ്ങി, അവൻ സംസാരിക്കാൻ തുടങ്ങി. ഈ പകൽ വേളയിൽ അന്ധകാര ശക്തികൾ അതിലെ സകല താണ്ഡവുമാടി ഓ ഹല്ലേലൂയ നിന്നെ ചതച്ചരച്ചിട്ടിരിക്കുകയാ, നിന്നെ തകർത്തിട്ടിരിക്കുകയാ, നിന്നെ ശുശ്രൂഷയെ പരാജയപ്പെടുത്തിയിട്ടാകാ. പക്ഷെ ഈ പകൽ വേളയിൽ നിന്റെ ശുശ്രൂഷയ്ക്ക് നേരെ, നിന്റെ ജീവിതത്തിന് നേരെ, നിന്റെ കുഞ്ഞിന് നേരെ, നിന്റെ ജീവിതത്തിന് നേരെ ഒരു കരം നീണ്ടു വരികയാ. അതാരുടേതാണ്? കർത്താവായ യേശുവിൻ്റെതാ. നീ മരിച്ചവനെ പോലെ കിടന്നാൽ അവിടെ നിന്ന് നിന്നെ എഴുന്നേൽപ്പിച്ച് ദൈവത്തിന്റെ മഹത്വം നിന്ന് പുറത്തു വരത്തക്ക രീതിയിൽ നിന്നെ ശക്തീകരിക്കുന്ന ദൈവ പ്രവർത്തിക്കായി സ്തോത്രം. ഈ പകൽ വേളയിൽ ദൈവത്തിന്റെ ആത്മാവ് സ്പർശിക്കുന്നു, ദൈവത്തിന്റെ ആത്മാവ് സ്പർശിക്കുന്നു, ദൈവത്തിന്റെ ആത്മാവ് സ്പർശിക്കുന്നു. ദൈവം നിന്നെ തൊടുന്നു, നിന്റെ സഭയെ തൊടുന്നു, നിന്റെ കുടുംബത്തെ തൊടുന്നു, നിന്റെ കുഞ്ഞുങ്ങളെ തൊടുന്നു, നിന്റെ രോഗത്തെ തൊടുന്നു. തകർന്നു കിടക്കുന്ന നിന്റെ അനുഭവങ്ങളെ ദൈവം മാറ്റുകയാ, തകർന്നു കിടക്കുന്ന അനുഭവങ്ങളെ മാറ്റുകയാ. ഈ കൂട്ടായ്മയുടെ നടുവിൽ ദൈവിക അത്ഭുതങ്ങൾ നടക്കുന്നതോർത്ത് സ്തോത്രം. In the name of Jesus, the name of Jesus, the name of Jesus. യേശുവിൻ അധികാരമുള്ള നാമത്തിൽ വിടുതൽ, യേശുവിൻ അധികാരമുള്ള നാമത്തിൽ വിടുതൽ, യേശുവിൻ അധികാരമുള്ള നാമത്തിൽ വിടുതൽ. അപ്പാ, അങ്ങയുടെ തിരുപ്പാദപടത്തിൽ ഞങ്ങൾ ഇതാ കടന്നു വരികയാണ്. ഞങ്ങളുടെ വചനം ഞങ്ങളെ കേൾപ്പിച്ചതോർത്ത് സ്തോത്രം. ഞങ്ങളുടെ വചനത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഞങ്ങളുടെ മുൻപിൽ നിൽക്കുന്ന പ്രതികൂലങ്ങളും ഇതേ ഈ പകൽ വേളയിൽ ഞങ്ങളുടെ വചനമയച്ച് ഞങ്ങൾക്ക് വിടുതൽ നൽകി തന്നതോർത്ത് സ്തോത്രം. ഭാരപ്പെടുന്നതിൻ്റെ ജനത്തിന് ഇപ്പോൾ തന്നെ യേശുവിൻ അധികാരമുള്ള നാമത്തിൽ വിടുതൽ കൽപ്പിക്കുന്നു. അങ്ങ് സൗഖ്യം പകർന്നിരിക്കാൻ സ്തോത്രം, അത്ഭുതങ്ങളെ ചെയ്തിരിക്കാൻ സ്തോത്രം, അങ്ങയുടെ വൻ ക്രിയകൾക്കായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. നമുക്കൊന്നു ചേർന്ന് പറയാമല്ലോ, വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. നമ്മുടെ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം അർപ്പിക്കാമല്ലോ. ഹല്ലേലൂയ. ദൈവം നമ്മളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.